Hi guys, good morning. Good morning. കുറച്ച് ടൈം എടുക്കും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിൽ നിന്നിറങ്ങിയ എനിക്ക് സോംബി പോലെ ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ബട്ട് എനിക്കത് വേറെ നിർത്തില്ലല്ലോ. സോ അങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നാ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ആരും ചോദിച്ചിട്ടൊന്നുമല്ല, ബട്ട് എനിക്ക് ഒരു ഡേ ഡോക്യുമെൻ്റ് ചെയ്യാൻ തോന്നി. എനിക്ക് പൊതുവേ ഈ ബ്ലാങ്കറ്റ് മടക്കി വയ്ക്കാൻ ഉറക്കത്തിൽ നിന്നിട്ടുള്ള പരിപാടി അതെനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മെസ്സിയായിട്ടുള്ള ഒരാളാണ്, എന്നാൽ ഓവറായിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുമ്പോൾ ഇടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്തിടും. ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതേപോലെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വയ്ക്കും. പിന്നെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ഫ്രഷ്നപ്പായിട്ട് വരാം. നമുക്കൊന്ന് ബ്രഷ് ചെയ്യാൻ നമുക്ക് ബ്രഷ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കൂളി അങ്ങനെ പാസ്സാക്കാം അല്ലേ. സോ ഗൈസ്, അങ്ങനെ കുളി ഡ്രസ് മാറൽ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെറുത്ത് പറയാനുള്ള റൂട്ടീനൊന്നുമില്ല. അത് ആസ് പെർ ദ ടൈം ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ചെയ്യാം. അതുപോലെ ഇന്ന് തലനനയുള്ള ദിവസമാണ്. ഞാൻ എല്ലാ ദിവസവും തലനനയ്ക്കാറില്ല. 2 days അല്ലെങ്കിൽ 1 day ഇട്ടിട്ടൊക്കെ ഞാൻ തലനയ്ക്കാറുള്ളൂ. ഒരു അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ മുഖം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാനൊരു സ്കിൻ കെയർ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ തുടങ്ങി. എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനും ഭയങ്കര ഒരു ഇതായിരുന്നു, വൃത്തികെട്ട സ്കിന്നായിരുന്നു എൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രാസ്റ്റിക് പറയുന്നില്ല, ടൈം എടുത്ത് ചെയ്തതാണ്. നല്ല ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നമ്മൾ ഇത്ര കളർ ഉണ്ടായിരുന്നില്ല, നിറച്ച് പിഗ്മെൻറ്റേഷനായിരുന്നു. ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനിയുണ്ട് ഈ പിമ്പിൾസും ഇവിടെ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാക്കണം. ഇല്ല ഹെഡ്സെറ്റ് വയ്ക്കുന്നത് വേണമെന്നില്ല ഗൈസ്. നമ്മളെ ലോ ബഡ്ജറ്റാണ്. ഹെഡ്സെറ്റിൻ്റെ ക്ലാരിറ്റിയാണ് വോയിസിന് കിട്ടും. അതുകൊണ്ടിട്ടാണ് കൊടുക്കും. ഫാൻ വരെ ഓഫ് ചെയ്തിട്ടിരിക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊക്കെ നിങ്ങൾക്ക് വേണ്ടി. ഗൈസ്, നമ്മളെ സ്കിൻ കെയർ റൂട്ടീനെ പൊട്ടുന്നുടാനാക്കി ഒരു കുഞ്ഞു പൊട്ട് തട്ടേക്കാം.
ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും പഴവും പപ്പടമായിരുന്നു. എനിക്ക് പൊതുവേ ഉപ്മാവ് ഇഷ്ടമല്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ കഴിക്കാനൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ഇവിടുത്തെ അനിയൻ്റെ ബർത്ത്ഡേ, അപ്പോൾ ഒരു കുഞ്ഞ് സദ്യയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു. ഇതാണ് ഞങ്ങളുടെ മിക്കി, ഇതാണ് ഞങ്ങളുടെ മിക്കി. ശൂണ്ടിരി പാറു, ശൂണ്ടിരി പാറു. വാ, വല്ല കണ്ണിന് പ്രത്യേകതയുണ്ട്. കണ്ണിന് ഒരെണ്ണം ബ്രൗണും ഒരെണ്ണം ബ്ലൂ. എൻ്റെ മെയിൻ ഹോബി ഇവിടുത്തെ ഇവളെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഭയങ്കര രസമാണ്. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും അത് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് വന്ന് ചൊറിയും അവൾ. മിക്കേ, കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. വരണോ? അവിടെ ഇരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, പിണങ്ങിയോ? വരാട്ടാ കുറച്ച് കഴിഞ്ഞിട്ട്. ബൈ 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 ബൈ. ബൈ പറഞ്ഞല്ല ഞാൻ, വരാൻ കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. ആ പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, അച്ഛനമ്മേനെയൊക്കെ വിളിച്ചു. അനിയൻ പിന്നെ സ്കൂളിൽ പോയിക്കാം, അപ്പോൾ പിന്നെ അവനെ കിട്ടിയില്ല. അതിന് ശേഷം ഒരു കുഞ്ഞി സദ്യയൊക്കെ കഴിച്ചു. ഞാനും അമ്മയും കൂടെയൊക്കെ സെറ്റാക്കിയതാ. അടിപൊളിയായിരുന്നു. പായസം കഴിച്ച് കിളി പോയി കിടക്കണം മിക്കിനെയാണിത്. അവൾക്ക് കിളിയൊക്കെ പറന്നു പോയി, വയറിന് ചൊടിച്ചു വിട്ടു അവൾ. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഉച്ച നേരമല്ലേ, ഉറങ്ങുന്നില്ല, എന്നാലും കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴത്തെ ഉച്ചനേരത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശാനിപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ പിന്നെ ആ നേരത്ത് വിളിച്ചേൽപ്പിച്ച് ജോലിക്ക് വിടുക, അതൊക്കെ പരിപാടീസാണ് ഉച്ചനേരത്ത്. ടീ ടൈമിൽ പിന്നെ ചായയും കാപ്പിയും കുടിക്കുന്ന ശീലം എനിക്കില്ല. അപ്പം ഞാൻ 2 ഓറിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. അവിടുത്തെ അനിയൻ്റെ ബർത്ത്ഡേ, അപ്പോൾ അതിനൊരു ജോഡി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഹൈലൈറ്റ് മാളിലേക്ക് എത്തി. അവിടെ നിന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നേരം ലുലുവിലൊക്കെ ഇറങ്ങി. ഈ പരിപാടി സെറ്റപ്പ് കൊള്ളാമല്ലേ, ആ തട്ടുകട അടിപൊളി ചെയ്തു കേട്ടോ, പാട്ടും വൈബും ഒക്കെ ആയിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ തേണ്ടി തിരിഞ്ഞ് നടന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരണ വഴിക്ക് സൂഫി മന്തി കയറി. അവിടെ നിന്നൊരു അഫ്ഗാനി മന്തി ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പാഴ്സലാണ് പറഞ്ഞത്. അടിപൊളിയായിരുന്നു കേട്ടോ, മന്തി സൂപ്പറാണ്. നമ്മൾ പാഴ്സൽ വാങ്ങിയത് വേറെ ഒന്നുമല്ല, മിക്കി വീട്ടിലുണ്ട്. അവളെ കുറേ നേരമായി തന്നെ ആക്കിയത്. പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം നേരമായി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലെത്തി തിരിച്ച്. സോ നമ്മൾ തിരിച്ചെത്തി ഗൈസ്. അയ്യോ, മന്തി വാങ്ങിയിട്ട് മന്തി കഴിക്കാം. മന്തി കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ശുണ്ടിനി മണിയാവും, അല്ല ബാക്ക് ടു നോർമലിലേക്ക് പോവാം. ഹായ്, ഐ എം ബാക്ക്. സോ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മന്തിയായിരുന്നു, അഫ്ഗാനി മന്തി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. പിന്നെന്താ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിച്ചിരിക്കുന്നത്. സോറി, നമ്മുടെ ലാസ്റ്റ് നൈറ്റ് റൂട്ടീൻ കൂടി ഉണ്ട്. നൈറ്റ് റൂട്ടീൻ എന്ന് പറയാനാണെങ്കിൽ ഒന്നോ കഴിഞ്ഞാൽ രാവിലത്തെ പോലെ ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ. സുഖമായ ഉറക്കം. സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കിടക്കാം. അല്ല സോ മുഖം വാഷ് ചെയ്യാം. ഇനി നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ, ഒരിക്കലും സ്കിൻ കെയർ റൂട്ടീൻ മിസ് ചെയ്യരുത്. സോ നമ്മൾ മുഖമൊക്കെ കഴുകി ചുണ്ടിരിമണിയായി. സ്കിൻ കെയർ റൂട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല.
നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഭയങ്കര കേട്ടോ, ഇവിടെയൊക്കെ നിറച്ച് ഇതായിരുന്നു, എന്താ പറയുക, കുഞ്ഞു 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 ബംസും കുരു വന്നതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇത് തന്നെ നന്നായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇന്നത്തൊരു വീഡിയോ ഫിനിഷ്ഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ പുതിയ കണ്ടൻസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലില്ല. അപ്പോൾ നമുക്കതൊക്കെ സെറ്റാക്കാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.